എന്നാലും അവ എന്റെ കയ്യിൽ പടക്കം കൊണ്ട് വന്നല്ലേ. ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ നീ വിളിച്ചില്ലെങ്കിൽ ഇന്ന് 5-ന് എന്റെ സഞ്ചാരി വരുന്നത്. ഇവരെന്തിനാണ് ഈ കാരണമല്ലേ? എന്ത് കാരണമായിരിക്കും മഴ കൊള്ളുന്നത്? രണ്ടിനെ കാണാനില്ലല്ലേ? എന്റെ അച്ഛൻ രണ്ടുപേരും കൂടെ കട്ട കലിപ്പായുണ്ടല്ലോ. ഒരു 10 മിനിറ്റ് പിന്നെ എനക്കൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് ആലോചിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞെന്ന്. പിന്നെ തെയ്യം ആടി ഒരു വരവുണ്ട്. എന്നാലും എന്തിന്റെ പേരിലായിരിക്കും? മക്കളെ, അച്ഛൻ കട്ടൻ ചായ എടുത്തുണ്ടോ? അമ്മയുടെ അടുക്കളയിൽ ഞാൻ പോലും അവിടെ ഇട്ട് വെച്ചിട്ട് എടുത്തോണ്ടാ. അയാളോട് അനിയൻ പടക്കം കൊണ്ടുവന്നു. നീ അവളായി വല്ല സോപ്പൊടി വല്ല കളിക്കുകയും ചെയ്യും. അതുകൊണ്ട് വേണ്ട. ഇപ്പൊ ഞാൻ ചായ എടുക്കണം വേണ്ടയോ? വേണ്ട, ചായ വേണ്ട. അല്ല അവിടെ ഇട്ട് വെച്ചാൽ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൂടെ. എന്തായാലും അച്ഛൻ ചോദിച്ചു. പിന്നെ എടുത്തുണ്ടോ? നോക്കണേ, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണോ? പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ പോണം. പേടിപ്പിക്കില്ല അച്ഛൻ. അല്ല, ധൈര്യമായിട്ട് വയ്ക്കോ, പേടിക്കാതെ പോ. ഞാൻ കുറച്ചു നേരം ഇവിടെ നോക്കും. പ്രശ്നം തീർന്നില്ലെങ്കിൽ എന്റെ പൊന്നച്ഛ, അച്ഛൻ ഇതിനകത്ത് ഇടപെടാതിരിക്കുന്നതായിരിക്കും അച്ഛന്റെ ആരോഗ്യത്തിന് നല്ലത്. കാരണം അമ്മയുടെ കണ്ണിൽ അമ്മയുടെ ശത്രുവിന്റെ അളിയനാണ് അച്ഛൻ. മാമന്റെ കണ്ണിൽ മാമന്റെ ശത്രുവിന്റെ